നമസ്കാരം, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. UK പര്യടനം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തത്തിലും നാണക്കേടിലും കലാശിച്ചതോടെ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ ആരാധകരുടെ ശ്രദ്ധ മുഴുവൻ ഇനി വരാനിരിക്കുന്ന സിംബാബ്വെ ടൂറിലാണ്. ഈ മാസം 23 ആരംഭിക്കുന്ന 3 മത്സരങ്ങളുടെ കടുത്ത 2020 പരമ്പര പൂർണ്ണമായും തൂത്തുവാരാൻ കഴിഞ്ഞാൽ മാത്രമേ അയർലൻഡിലും ഇംഗ്ലണ്ടിലും ഏൽക്കേണ്ടി വന്ന ആ കനത്ത നാണക്കേടിന്റെ ആഴം അല്പമെങ്കിലും മായ്ച്ചു കളയാൻ ടീം ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ. ശ്രേയസ് അയ്യറും സംഘവും സിംബാബ്വെക്ക് വിക്കറ്റുകളിൽ കൊമ്പ് കോർക്കാൻ ഒരുങ്ങുമ്പോൾ മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഈ പരമ്പരയോടുള്ള താൽപര്യം കടുത്ത രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും ഇന്ത്യൻ ക്രിക്കറ്റിലെ വിസ്മയമായ സൂപ്പർ താരം സഞ്ജു സാംസൺ ഇത്തവണ സിംബാബ്വെ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ല എന്നത് തന്നെ. കഴിഞ്ഞ 2020 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നിലനിർത്തിയപ്പോൾ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം വരെ സ്വന്തമാക്കി ഇന്ത്യയുടെ യഥാർത്ഥ ഹീറോയായി മാറിയ സഞ്ജുവിനെ ഈ പരമ്പരയ്ക്കുള്ള 15-അംഗ ടീമിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ആരാധകർ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കടുത്ത ജോലിഭാരം കാരണം സഞ്ജുവിന് സെലക്ടർമാർ വിശ്രമം അനുവദിച്ചതാണ് എന്നൊക്കെ ചില മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും അത്തരം വാദങ്ങളിൽ വലിയ കഴമ്പുണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 2024 അവസാനമായി ഇന്ത്യ സിംബാബ്വേയിൽ ഒരു 2020 പരമ്പര കളിക്കാൻ പോയപ്പോൾ സഞ്ജു സാംസണും ആ യുവ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് ഹരാരയിലെ പിച്ചുകളിൽ സഞ്ജു സാംസൺ എന്ന മലയാളി ബാറ്റിംഗ് കാരത്ത് അടിച്ചുകൂട്ടിയ റൺസും സൃഷ്ടിച്ച ചരിത്ര റെക്കോർഡുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അന്ന് 2024 സാഷ രോഹിത് ശർമ്മയുടെ ഉജ്ജ്വല ക്യാപ്റ്റൻസിൽ ഇന്ത്യ ICC 2020 ലോകകപ്പ് കിരീടം ചൂടിയതിന് തൊട്ടു പിന്നാലെയാണ് ശുഭ്മാൻ ഗില്ലിനെ പുതിയ നായകനാക്കി ഒരു വമ്പൻ യുവനിരയെ BCCI ജൂലൈ ആദ്യവാരം സിംബാബ്വേയിലേക്ക് അയച്ചത്. 5 മത്സരങ്ങളായിരുന്നു ആവേശകരമായ പരമ്പരയിൽ ഉണ്ടായിരുന്നത്. ലോകകപ്പ് കളിച്ച കടുത്ത സമ്മർദ്ദത്തിന് ശേഷം എത്തിയതുകൊണ്ട് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയ പ്രമുഖർക്ക് പുറമെ ലോകകപ്പ് സ്ക്വാഡിന്റെ ഭാഗമായിരുന്ന മറ്റ് ചില യുവതാരങ്ങൾക്കും ആദ്യ 2 മത്സരങ്ങളിൽ ടീം മാനേജ്മെന്റ് പൂർണ്ണ വിശ്രമം നൽകിയിരുന്നു. അന്ന് ലോകകപ്പിലുടനീളം നിർഭാഗ്യവശാൽ ബെഞ്ചിലിരിക്കേണ്ടി വന്നെങ്കിലും ആ കൂട്ടത്തിൽ സഞ്ജു സാംസണും ഉൾപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ആദ്യ 2 2020 മത്സരങ്ങൾക്ക് ശേഷം ശേഷിച്ച 3 മത്സരങ്ങളിലാണ് സഞ്ജു സാംസൺ ഔദ്യോഗികമായി ഇന്ത്യൻ ടീമിനോടൊപ്പം സിംബാബ്വെ ചേർന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ അരങ്ങേറ്റം കുറിച്ചതും ഇതേ ചരിത്രപ്രസിദ്ധമായ പരമ്പരയിലൂടെയായിരുന്നു. സഞ്ജു സാംസൺ ആദ്യ 2 മത്സരങ്ങളിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിക്കറ്റ് കാത്തത് മറ്റൊരു യുവതാരമായ ധ്രുവ് ജുറലായിരുന്നു. പരമ്പരയിലെ മൂന്നാമത്തെ 2020 മത്സരത്തിലാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ പ്ലേയിങ് 11 ഭാഗമാകുന്നത്. എന്നാൽ സഞ്ജുവിന്റെ പതിവ് ബാറ്റിംഗ് പൊസിഷനായ ടോപ്പ് ഓർഡറിന് പകരം 5-ാം നമ്പറിലായിരുന്നു അന്ന് ടീം മാനേജ്മെന്റ് അദ്ദേഹത്തെ ബാറ്റിംഗിനായി ക്രീസിലേക്ക് അയച്ചത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തിയതുകൊണ്ടാകാം ആ മത്സരത്തിൽ കാര്യമായി തിളങ്ങാൻ സഞ്ജുവിന് സാധിച്ചില്ല. വെറും 7 പന്തുകളിൽ നിന്നും 12 റൺസുമായി പുറത്താവാതെ നിൽക്കാനേ അന്ന് സഞ്ജുവിന് കഴിഞ്ഞുള്ളൂ. തൊട്ടടുത്ത 4-ാമത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ ഓപ്പണർമാർ തകർത്തടിച്ചുകൊണ്ട് 10 വിക്കറ്റ് ഏകപക്ഷീയമായി വമ്പൻ വിജയം കൊയ്തതോടെ സഞ്ജുവിന് ബാറ്റ് ചെയ്യേണ്ട വിക്ക സാഹചര്യം പോലും അന്ന് ക്രീസിലുണ്ടായില്ല. എന്നാൽ പരമ്പരയിൽ 5-ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു മാച്ച് വിന്നിംഗ് 50യുമായി സഞ്ജു സാംസൺ തന്റെ ആ പഴയ ബാറ്റിംഗ് ക്ഷീണം പൂർണ്ണമായി തീർക്കുകയായിരുന്നു. ഹരാരെ സ്പോർട്സ് ക്ലബ് മൈതാനത്ത് നടന്ന ആ നിർണായക മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യൻ ടീം സിംബാബ്വെ ബൗളർമാരുടെ കൃത്യതയാർന്ന പേസിന് മുന്നിൽ തകർന്നു പറത്തുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടത്. സ്കോർ ബോർഡിൽ വെറും 40 റൺസ് എത്തുമ്പോഴേക്കും ഇന്ത്യയുടെ മുൻനിരയിലെ 3 വമ്പൻ വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞിരുന്നു. ഇന്ത്യ വലിയൊരു തകർച്ചയെ അഭിമുഖീകരിച്ച ആ കടുത്ത സമ്മർദ്ദഘട്ടത്തിലാണ് 4-ാമനെ സഞ്ജു സാംസൺ ക്രീസിലേക്ക് നടന്നെത്തുന്നത്. പിന്നീട് ഹരാരെ കണ്ടത് സഞ്ജുവിന്റെ ക്ലാസിക് ബാറ്റിംഗ് പ്രകടനമായിരുന്നു. ഒരു വശത്ത് വിക്കറ്റുകൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ സിംബാബ്വെ ബൗളർമാരെ അതിമനോഹരമായ സിക്സറുകളിലേക്ക് പറത്തി സഞ്ജു ഇന്ത്യയുടെ രക്ഷകനായി മാറി. കിടിലൻ 50യുമായി അദ്ദേഹം ഇന്ത്യൻ സ്കോറിനെ 6 വിക്കറ്റിന് 166 റൺസ് എന്ന പൊരുതാവുന്ന മികച്ചൊരു ടോട്ടലിൽ എത്തിച്ചു. വെറും 45 പന്തുകളിൽ നിന്ന് 4 തകർപ്പൻ സിക്സറുകളും ഒരു ഫോറും അടക്കം 58 റൺസുമായാണ് സഞ്ജു അന്ന് ക്രീസ് വിട്ടത്. അന്ന് ഇന്ത്യയുടെ വമ്പൻ ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാൾ 12, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 13, സെഞ്ചുറി വീരൻ അഭിഷേക് ശർമ്മ 14 എന്നിവരെല്ലാം നനഞ്ഞ പടക്കമായി ഭവനിലേക്ക് മടങ്ങിയപ്പോഴാണ് 4-ാമനായി ക്രീസിലെത്തിയ സഞ്ജു ടീമിനെ ഒറ്റയ്ക്ക് കൈപ്പിടിച്ചുയർത്തിയത്. ഈ ഉജ്ജ്വല ഇന്നിംഗ്സോടെ ഒരു വമ്പൻ റെക്കോർഡും സഞ്ജുവിനെ തേടിയെത്തി. സിംബാബ്വെ മണ്ണിൽ 2020 ക്രിക്കറ്റിൽ 50 കുറിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന ചരിത്ര നേട്ടമാണ് സഞ്ജു സ്വന്തമാക്കിയത്. ആ മത്സരത്തിൽ 48 റൺസിന് വിജയിച്ച ഇന്ത്യ 4-1 എന്ന മാർജിനിൽ പരമ്പരയും സ്വന്തമാക്കി. അന്ന് വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും സിംബാബ്വെ മണ്ണിൽ അത്ര വലിയൊരു ചരിത്രം കുറിച്ചിട്ടും ഇത്തവണ വീണ്ടും ഇന്ത്യ ഒരു കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ സിംബാബ്വെ കളിക്കാൻ എത്തുമ്പോൾ സഞ്ജുവിന് ടീമിൽ പോലും സ്ഥാനമില്ലാത്തതാണ് ഏറ്റവും നിർഭാഗ്യകരവും നിരാശാജനകവുമായ കാര്യം. UK പര്യടനത്തിൽ കനത്ത പരാജയങ്ങൾക്ക് ശേഷം ടീമിൽ വലിയ അഴിച്ചുപണികൾ നടത്താൻ കോച്ച് ഗൗതം ഗംഭീറും സെലക്ടർമാരും ശ്രമിക്കുമ്പോഴും സഞ്ജുവിനെപ്പോലൊരു മാച്ച് വിന്നറെ എന്തിനാണ് മാറ്റി നിർത്തിയതെന്ന ചോദ്യം ശക്തമാണ്. ടീം മാനേജ്മെന്റ് സഞ്ജുവിന് വിശ്രമം അനുവദിച്ചതാണെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ആരാധകർ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. വരാനിരിക്കുന്ന ഏകദിന പരമ്പരകളിലേക്കും ലോകകപ്പ് പ്ലാനുകളിലേക്കും സഞ്ജുവിനെ പരിഗണിക്കുന്നതിനാലാണ് ഈ കുഞ്ഞൻ പരമ്പരയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയതെന്നും ചില ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്.
എന്നാൽ ഏത് സാഹചര്യത്തിലായാലും സഞ്ജുവിനെ പോലെ ഒരു ഫോമിലുള്ള കളിക്കാരനെ പുറത്തിരുത്തുന്നത് സിംബാബ്വെക്കെതിരായ മത്സരങ്ങളുടെ ആവേശത്തെ ഒടുക്കിക്കളഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന് തന്ത്രങ്ങളില്ലാത്ത ഈ പരീക്ഷണങ്ങൾക്കെതിരെ മുമ്പ് രവീന്ദ്രൻ അശ്വിൻ രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. സഞ്ജു സാംസണെയും വൈഭവ് സൂര്യവംശിയും മാറി മാറി പരീക്ഷിച്ച് ടീം അസ്ഥിരത ഉണ്ടാക്കുകയെന്നായിരുന്നു വിമർശനം. സിംബാബ്വെ പരമ്പരയിൽ ശ്രേയസ് അയ്യർക്ക് തന്റെ ക്യാപ്റ്റൻസി നിലനിർത്താൻ ഈ പരമ്പര തൂത്തുപാരിയേ തീരൂ. എന്നാൽ സഞ്ജുവിന്റെ അഭാവത്തിൽ ടീമിന്റെ മധ്യനിരയിലെ സമ്മർദ്ദം താങ്ങാൻ യുവതാരങ്ങൾക്ക് സാധിക്കുമോ എന്നത് കണ്ടറിയണം. സഞ്ജു സാംസൺ നിലവിൽ BCCIയുടെ ദീർഘകാല ലോകകപ്പ് പദ്ധതികളുടെ ഭാഗമാണെന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെ മുമ്പ് സൂചന നൽകിയിട്ടുള്ളതിനാൽ ഈ താൽക്കാലിക പുറത്തിരുത്തൽ സഞ്ജുവിന്റെ കരിയറിനെ ബാധിക്കില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളിൽ കൂടുതൽ കരുത്തോടെ നീല ജേഴ്സി ഈ മലയാളിക്കാർക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 2024 ഹരാരെയിൽ തകർന്നടിഞ്ഞ ഇന്ത്യൻ ഇന്നിംഗ്സിന് 58 റൺസോടെ കരകയറ്റി ചരിത്രം കുറിച്ച സഞ്ജു സാംസൺ ഇത്തവണ ഡഗ്ഔട്ടിൽ പോലും ഇല്ലാത്തത് ഇന്ത്യൻ ക്യാമ്പിന് വലിയൊരു നഷ്ടം തന്നെയാണ്. എങ്കിലും ശ്രേയസ് അയ്യറും സംഘവും UKയിലെ നാണക്കേട് മാറ്റാൻ സിംബാബ്വെ കടുത്ത പോരാട്ടത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. സഞ്ജുവിനെ മാറ്റിയുള്ള ഈ പരീക്ഷണം ഇന്ത്യക്ക് വിജയമാണോ അതോ മറ്റൊരു തിരിച്ചടിയാണോ സമ്മാനിക്കുക എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. 2024 സിംബാബ്വെ മണ്ണിൽ രക്ഷകനായി വിക്കറ്റ് കീപ്പർമാരുടെ ചരിത്ര റെക്കോർഡിട്ടിട്ടും സഞ്ജു സാംസൺ ഈ തവണത്തെ പരമ്പരയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണ്? സെലക്ടർമാർ സഞ്ജുവിന് വിശ്രമം നൽകിയതാണെന്ന വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സഞ്ജു ഇല്ലാത്ത ഇന്ത്യൻ T20 ടീമിന് സിംബാബ്വെ പരമ്പര 3-0 തൂത്തുവാരാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്രിക്കറ്റ് ലോകത്തെ ഇത്തരം ചൂടേറിയ വാർത്തകൾക്കും കൃത്യമായ സ്പോർട്സ് വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു.